ഇതാണ് എൻ്റെ വീട്. ഈ വീട്ടിൽ നിന്നുകൊണ്ടാണ് കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഈ നിലയിലെത്തി നിൽക്കുന്നത്. മര്യാദക്കൊരു ടോയ്ലറ്റോ ബാത്റൂമോ ഒന്നുമില്ല. അതുപോലെ തന്നെ മഴ നനയും. ഒരുപാട് ഞാനും എൻ്റെ മോളും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ കിടന്ന് കരയുന്നതും അനുഭവിക്കുന്നതും ഒക്കെ എന്തിനാണെന്നറിയോ? ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ മേലെ തൊട്ടവനെതിരെ ഞാൻ നിന്നു. അതിന് ഞാൻ പകരം കൊടുക്കേണ്ടി വന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്. അവരെനിക്ക് നഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിൽ നിന്നുള്ള കളി എന്ന് കേട്ടിട്ടില്ല. അതാണ് നടന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞാൻ ഒരുപാട് കരഞ്ഞു. അതിനുശേഷം വീട് വിട്ടിറങ്ങി. അതാണ് ഈ കല്യാണത്തിലേക്ക് എത്തിയത്. എൻ്റെ അമ്മയും അച്ഛനും എന്നോട് ഇതുവരെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടേ ഇല്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരെ. പക്ഷെ അവരൊരിക്കലും എന്നോട് അങ്ങനെ സംസാരിക്കാറില്ല. അവന് വേണ്ടത് എൻ്റെ തകർച്ചയാണ്. അതിനാദ്യം യൂസ് ചെയ്തത് എൻ്റെ അച്ഛനും അമ്മയാണ്. അവര് എനിക്കെതിരെയാക്കി. സത്യം പറഞ്ഞാൽ ഒരു ഡേ പോലും കരയാതിരുന്നിട്ടില്ല കേട്ടോ. പക്ഷെ എൻ്റെ മൈഷേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ വേറെ തന്നെയാവും. ആ ഡോറ് തുറന്നാൽ പിന്നെ ഞാൻ കരയാറില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ആ ഒരു സാമ്രാജ്യത്തിലേക്ക് അങ്ങ് ഒതുങ്ങും. ഈ ഒരു അവസ്ഥയിലെല്ലാം നിന്നുകൊണ്ടല്ലേ ഇത്രയും ഞാൻ എത്തിയെന്നൊക്കെ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ച് കോൺഫിഡൻസോടെ നിൽക്കും കേട്ടോ. പിന്നെ കുറച്ച് സമയം ബുദ്ധൻ്റെ അടുത്ത് കൂടി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെ ആവുകയല്ല. എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. അത്രക്കും നിങ്ങളോട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.